പാലക്കാടും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നഗരത്തിൽ ചിന്മയ തപോവനിൽ നിന്ന് ആണ് മഹാശോഭയാത്ര ആരംഭിക്കുന്നത്. തുടർന്ന് കോട്ടയ്ക്കകം ആഞ്ജന ക്ഷേത്രത്തിൽ ശോഭായാത്ര സമാപിക്കും. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ശോഭായാത്രയുടെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. പാലക്കാട് നഗരത്തിലാണ് പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്ര നടക്കുന്നത്. നഗരത്തിൽ ചിന്മയ തപോവനിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് കോട്ടയിൽ സമാപിക്കുന്ന തരത്തിലാണ് ശോഭായാത്ര. നഗരത്തിന് പുറമെ ഓരോ ഇടങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ശോഭായാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ശോഭായാത്രയ്ക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ മറ്റ് രാധമാരായിട്ടും രുക്മിണിയായിട്ടും ഒക്കെ പല വേഷങ്ങൾ ധരിച്ച് ആ അവസാന ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണോ വേഷം കെട്ടുന്നത്? എങ്ങനെയുണ്ട് മോളോ? ആദ്യമായിട്ടാണോ? എന്താ പേരെന്താ? ഒരുപാട് കൃഷ്ണന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ മുകളിലുണ്ട്. അച്ഛനമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ ഒരുക്കാൻ വേണ്ടി അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവരെയൊക്കെ അണിയിച്ചൊരുക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളെയും വേഷങ്ങൾ ധരിച്ച് അണിയിച്ചൊരുക്കുകയാണ്. ഒരു കുഞ്ഞു കൃഷ്ണനെ നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആദ്യമായിട്ടാണോ? എത്ര വയസ്സായി? 10 മാസമായി. എങ്ങനെയുണ്ട് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് വേഷം കിട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്? ഞങ്ങളിവിടെ സ്ഥിരമാണ്. ഏട്ടൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാ വർഷവും മക്കളൊക്കെ ആയിട്ട് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ ഭഗവാന്റെ രൂപം കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷമല്ല. ആദ്യമായിട്ടാണ് മോളൊക്കെ വേഷം കിട്ടുന്നത്? മോളാണിത്. ആദ്യമായിട്ടാണ് വേഷം കിട്ടുന്നത്. അവള് വേറെ കൃഷ്ണൻ വേഷം കെട്ടിയിട്ടുണ്ട്. പക്ഷെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ്. ഈ ഒരു വേഷം കെട്ടുമ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു നിങ്ങളെ സംബന്ധിച്ചുള്ള പാരൻസ് എന്ന നിലയിൽ? കൃഷ്ണൻ നേരിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രതീതിയാണ് ഇതിലുള്ളത്. നമുക്ക് എല്ലാ ഫാമിലിയും ഒന്നിച്ചു ചേർന്ന് ഒരു ഇതായിട്ട് പോകുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ് മനസ്സിൽ വരുന്നത്. ഏതായാലും ഒരുപാട് കണ്ണന്മാരും രാധമാരും ഒക്കെ ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞ് കൃഷ്ണൻ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് മോൻ? എത്ര വയസ്സുണ്ട്? 1 വയസ്സ്. മോനെങ്ങനെ കരയുന്നൊക്കെ ഉണ്ടോ? വാശി, നല്ല വാശിയുണ്ട്. അല്ല ഇങ്ങനെ വേഷം കെട്ടുമ്പോൾ കരയുണ്ടോ? കരയുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വേഷം കെട്ടി ഭഗവാന്റെ ഒക്കെ രൂപങ്ങളായിട്ട് നല്ല സുന്ദരമായിട്ട് അണിഞ്ഞൊരുക്കിയിരിക്കുന്നത്. ഒരു രാധ ഇവിടെ നിൽക്കുന്നുണ്ട്. മോൾ ആദ്യമായിട്ടാണോ? എത്ര പഠിക്കുന്നത്? 7. ആദ്യമായിട്ടാണോ വേഷം കെട്ടുന്നത്? രാധയായപ്പോൾ എങ്ങനെയുണ്ട്? അടുത്തൊരു രാധയ്ക്ക് എത്രയല്ല പഠിക്കുന്നത്? 5. രാധയായിട്ട് ആദ്യമായിട്ട് വേഷം കെട്ടാണോ? എങ്ങനെയുണ്ട് രാധയായപ്പോൾ? സന്തോഷമാണ്. ഏതായാലും ഒരുപാട് കണ്ണന്മാരൊക്കെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കിരീടവും മറ്റൊക്കെ വെച്ച് എത്ര മണിക്ക് തുടങ്ങിയാണ് നിങ്ങളുടെ ഈ ഒരുക്കങ്ങൾ? 11 മണിക്ക് തുടങ്ങിയാണ്. കാലത്ത് തുടങ്ങി തുറന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ വെച്ച് ചെയ്യാറുള്ളത്. ഏതായാലും ഒരു അണിയിച്ചൊരുക്കുന്ന ആളാണ് തോന്നുന്നില്ലേ? എങ്ങനെയാണ് കണ്ണന്മാരുടെയൊക്കെ ഓരോ കോസ്റ്റ്യൂം? ഓരോരുത്തരും പലതരം. ഇപ്പോൾ ഈ കണ്ണനെ കാണുമ്പോൾ അല്ല അടുത്ത കണ്ണൻ, ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവന്നിട്ട് അവരവരുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അണിയിച്ചൊരുക്കുന്നതാണ്. വ്യത്യസ്തതയൊക്കെ ഓരോരുത്തരും കൊണ്ടുവരാൻ നോക്കും. ഓരോ വർഷം ഉള്ളതിൽ നിന്ന് ഡിഫറെന്റ് കൊണ്ടുവരാൻ നോക്കും. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ മേക്കപ്പ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്. അവർക്കും ഭയങ്കര സന്തോഷമല്ലേ, അപ്പോൾ അതായത് ഹാപ്പി ആയിട്ട് ചെയ്യാറുണ്ട്. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ അണിയിച്ചൊരുക്കുക, ഇപ്പം നമ്മൾ സാധാരണ കല്യാണങ്ങൾക്ക് മറ്റൊക്കെ ചെയ്യുന്ന പോലെയല്ലോ, കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ദേവീദേവന്മാരുടെ രൂപങ്ങളൊക്കെ ആയി മാറ്റുക എന്നുള്ളത് എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്? അത് വളരെയധികം സന്തോഷമല്ലേ. നമ്മുടെ കുട്ടീനെ ഒരു കൃഷ്ണനാക്കി മാറ്റിയല്ലേ ചെയ്യുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡാണ്. അവരത് വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ ഇതിനു വേണ്ടി. അതാണ് അതിൻ്റെ മെയിൻ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എഫേർട്ട് ഇട്ടിട്ടായാലും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോന് പേരെന്താണ്? കുറേ ദൂരം നടക്കുമോ? നടക്കാനൊന്നും പ്രശ്നമില്ല. അതാണ്, നടക്കാനൊന്നും പ്രശ്നമില്ല. അത്രയും ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് ചെറിയ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും നടക്കാൻ പോലും പ്രശ്നമില്ല. ഞങ്ങളൊക്കെ നടക്കാനും എത്ര ദൂരം വേണമെങ്കിൽ നടക്കാനൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ അവസാന ഘട്ടത്തിലാണ്. ദ്രുതഗതിയിൽ തന്നെ ഒരുക്കങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ദേവീദേവന്മാരുടെ രൂപങ്ങളൊക്കെ പരമാവധി വ്യത്യസ്തത ഓരോരുത്തരും കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും ഓരോ തരത്തിലുള്ള
വ്യത്യസ്തമായ രൂപങ്ങളും മറ്റുമൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇത്തവണയും അതുപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടു, ചെറിയ പ്രായമുള്ള കുട്ടികൾ പോലും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവരൊക്കെ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ കുഞ്ഞു കണ്ണന്മാർ, രാധന്മാരൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്, പ്രശ്നമൊന്നുമില്ല അല്ലേ? നടക്കുമല്ലേ? ഒന്നുമില്ല. ഏതായാലും എല്ലാവരും റെഡിയാണെന്നാണ് പറയുന്നത്. ഒരുപാട് കണ്ണന്മാരെ എല്ലാവരും അവസാനഘട്ട ഒരുക്കങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് നഗരത്തിൽ ചിന്മയ തപോവനിന് മുന്നിൽ നിന്നാണ് ശോഭായാത്ര ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച് കോട്ടയിലാണ് സമാപിക്കുക. ഒപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ബാലഗോകുലത്തിൻ്റെ ശോഭായാത്ര, അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്.